ഓം ശാന്തി. സമയത്തിൻ്റെ ഗതി അനുസരിച്ച്, എനർജി ഫീൽഡുകളുടെ മാറ്റമനുസരിച്ച്, മനുഷ്യ മനസ്സുകളുടെ സംഘർഷങ്ങളുടെ അധികതയനുസരിച്ച് ഓരോ വീട്ടിലെയും അന്തരീക്ഷം സുഖവും ശാന്തിയും സമാധാനവും തന്നിരുന്ന പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് വീട്ടിലെത്തുമ്പോൾ ഓരോ മുഖങ്ങൾ കാണുമ്പോൾ, പരസ്പരം സംസാരിക്കുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ സംഘർഷത്തിൻ്റെ ഭാരം മനസ്സിൽ പേറിക്കൊണ്ട് നടന്നുകൊണ്ട് പരസ്പരം കാണുമ്പോൾ സന്തോഷമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ കാലഘട്ടത്തിൽ എത്തിത്തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വീട് എന്ന മലയാള വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ വിടാനുള്ള ഇടം എന്നാണ് പറയുന്നത്. അതേസമയം അതൊരു ഭവനമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് താമസിക്കാനുള്ളതായിട്ടുള്ള ഇടമാണ്. കൂടുമ്പോൾ സന്തോഷം നമുക്ക് കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ ആ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സന്തോഷം നിറഞ്ഞതായിരിക്കുന്ന നിമിഷങ്ങളിലെ സ്മൃതിയാണ് ലോകത്തേത് മൂലയിൽ പോയാലും അവിടേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നതും. അവിടെ വരുമ്പോൾ അനുഭവിക്കുന്ന സുഖമാണ് അതിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെയുള്ള ആളുകളുടെ സമാഗമത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഷെയറിംഗ് ആണ് അവരായിട്ട് ഒത്തുചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇതെല്ലാം പഴയ കഥകളായി മാറിത്തുടങ്ങി. അതിൽ നിന്ന് എല്ലാത്തിനെയും ഒന്ന് പുനർജീവിപ്പിച്ചാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ നമുക്ക് അധികം പരിക്കില്ലാതെ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, വരുന്ന മാറ്റങ്ങളെ നമുക്കാർക്കും മാറ്റാനാവില്ല എങ്കിൽ പോലും എല്ലാത്തിനിടയിലും ഒരു പരിധി വരെ നമ്മുടെ കുടുംബത്തിന് കൂട്ടിപ്പിടിക്കാനും നമ്മുടെ കുടുംബത്തിനുള്ളിൽ ആ സന്തോഷവും ശക്തിയും ഐശ്വര്യവും എല്ലാം നിലനിർത്താനും നമുക്ക് സാധിക്കണം. ഒരു കാര്യം ഞാൻ ഓർത്തു പോവാറുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിലെ വായുമണ്ഡലം, അത് അമ്പലമാവട്ടെ, ഗുരുദ്വാരയാവട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവസ്ഥാനങ്ങളാവട്ടെ, ഏതെങ്കിലും സ്ഥലത്തേക്ക് ഈശ്വരനാമത്തിൽ നമ്മൾ പോകുമ്പോൾ നിങ്ങൾ സ്വയം നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്ന് അമ്പലത്തിൽ പോകണം എന്ന് നമ്മൾ വിചാരിക്കുന്നതോട് കൂടിയിട്ട് രാവിലെ എഴുന്നേറ്റാൽ നേരത്തെ കുളിക്കുന്നത് നമുക്ക് പ്രയാസമേ അല്ലാതാകുന്നു. രാത്രിയിൽ പോലും ഇന്ന ആഹാരം കഴിക്കണ്ട, നാളെ രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകേണ്ടതാണ് എന്ന് വിചാരിക്കുന്നു. രാവിലെ കുളിച്ച ശേഷം പഴയ വേർപ്പുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ തയ്യാറാവില്ല. ശുദ്ധമായ വസ്ത്രങ്ങൾ അണിയണം. തലയടക്കം കുളിച്ച് നമുക്ക് ശുദ്ധമാവണം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ശുദ്ധമായതായിരിക്കണം. എന്ന് വെച്ചാൽ അർത്ഥം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സ്വന്താക്കുന്നത് എന്താണ്? ഞാൻ ആദ്യം ശുദ്ധിയുടെ വിധി എന്ന് പറയും. ആദ്യം നമ്മുടെ ഉള്ളിൽ ആ ക്ലീൻലിനെസ് കൊണ്ടുവരും, ശാരീരികമായിട്ടും കൊണ്ടുവരും. മനസ്സിൽ തയ്യാറെടുക്കും, എനിക്കിന്ന് അവിടെ പോകണം, ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം, മനസ്സിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം എനിക്കിന്ന് അമ്പലത്തിൽ പോയിട്ട് ചെയ്യണം. അവിടെ പോസിറ്റീവിൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു അവിടെ പോയിട്ട് ആ പോസിറ്റീവ് എനർജി എന്നിലേക്ക് നിറയ്ക്കണം. എന്തുകൊണ്ട് അവിടെ പോകുമ്പോൾ പോസിറ്റീവ് എനർജി ആകുന്നു? അവിടെ പോയി കഴിഞ്ഞ ശേഷം നിങ്ങൾ നോക്കിക്കോ, അമ്പലത്തിലേക്ക് നമ്മൾ ആദ്യം നട അകത്ത് കടക്കുമ്പോൾ തന്നെ അധികം ആളുകളും കണ്ടിട്ടുണ്ട്, ആദ്യം ആ സ്റ്റെപ്പിൽ ഒന്ന് തൊട്ട് നെറുകയിൽ വെച്ചിട്ട് കയറും. സോപാനത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെയും നമ്മൾ തൊട്ട് നെറുകയിൽ വെക്കുന്നു. നമ്മൾ തൊടുന്നത് കല്ലിനെയാണ്, പക്ഷെ തൊടുന്ന സമയത്ത് അതിന് അത്രയും ആദരവോടുകൂടി ഇത് ഈശ്വരൻ വസിക്കുന്ന സ്ഥലമാണ്, ആ കല്ലിന് ആദരവാണ്, ആ മണ്ണിന് ആദരവാണ്, അവിടുത്തെ സാധനങ്ങളോട് ആദരവാണ്. അവിടെ നടക്കുന്ന സമയത്ത്, പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് നല്ല സ്മൃതികളോട് കൂടിയിട്ട് കുറേ പോസിറ്റീവായിരിക്കുന്ന വൈബ്രേഷനിൽ പ്യോർ ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അമ്പലത്തിൽ പോകുന്നു, നടയിൽ നിൽക്കുന്നു, തൊട്ടു തൊഴുന്നു, കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു, അമ്പലത്തിന് ചുറ്റും നമ്മൾ പ്രദക്ഷിണം വെക്കുന്നു. ഈ സമയത്തൊക്കെ തന്നെ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ ഓർത്തുകൊണ്ട് ആ സ്മൃതിയിൽ നമ്മൾ കറങ്ങുന്നു. പോസിറ്റീവ് ആക്ടിവിറ്റി. അവിടെ മാല കെട്ടുന്നു, ഭഗവാൻ നാമം ജപിക്കുന്നു, പോസിറ്റീവ് ആക്ടിവിറ്റി. ഭഗവാന്റെ മുന്നിൽ പൂജ നടത്തുന്നു, അർച്ചന നടത്തുന്നു, ആരാധന നടത്തുന്നു, നൈവേദ്യം സമർപ്പിക്കുന്നു, പോസിറ്റീവ് ആക്ടിവിറ്റി. എല്ലാം പോസിറ്റീവായിട്ടുള്ള ആക്ടിവിറ്റി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ചെന്നെത്തുമ്പോൾ മനസ്സിൽ ഒരു കൊട്ട ഭാരം കൊണ്ട് നിങ്ങൾ ചെന്നതാണെങ്കിൽ പോലും അതെല്ലാം ഈശ്വരനോട് സംസാരിച്ച് മനസ്സിലെ ഭാരം മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ശാന്തമായിട്ട് മനസ്സിലെല്ലാ ക്ഷതത്തിനെയും ത്രാണനം ചെയ്ത് ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരും നമുക്ക് കാണാം. ഏത് ദേവസ്ഥാനത്ത് തന്നെ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് തയ്യാറെടുക്കുകയാണ്. ഞാൻ പോസിറ്റീവായിട്ടൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, ഞാൻ പോസിറ്റീവ് ആവണം. ഈ പോസിറ്റീവ് ആക്ടിവിറ്റീസാണ്. അവിടെ പോയിട്ട് ഒരാൾ മറ്റൊരാളോട് ദേഷ്യപ്പെടാറില്ല. അമ്പലത്തിൽ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നത് കണ്ടാൽ ഇത് അമ്പലമാണ്, ഇതെന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു നമ്മൾ. ഒരാൾ വേണ്ടാത്ത സംസാരിക്കുന്നുണ്ടെങ്കിൽ ശബ്ദം കേട്ടാൽ എല്ലാവരും അവർ നേരെ നോക്കും, നിങ്ങൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കും. കാരണം ഇത് പോസിറ്റിവിറ്റിയുടെ സ്ഥലമാണ്. എന്തുകൊണ്ട് പോസിറ്റീവ്? അത് പോസിറ്റിവിറ്റിയുടെ സ്ഥലമെന്ന് മാനിച്ചതുകൊണ്ട്.
നമ്മുടെ കർമ്മങ്ങളെ പോസിറ്റീവ് ആക്കി നമ്മൾ ചെയ്യുന്നത് കൊണ്ട്, വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് കൊണ്ട് അവിടുത്തെ എനർജി പോസിറ്റീവ് വൈബ്രേഷൻ നിറഞ്ഞു നിൽക്കുന്നു. അവിടെ പോകുമ്പോൾ നമുക്കും നമ്മളുള്ള പോസിറ്റീവ് വൈബ്രേഷൻ നിറയ്ക്കാൻ സാധിക്കുന്നു. നമ്മുടെ വീട്ടിൽ വരുമ്പോഴോ, ആ വീട്ടിൽ വരുന്ന സമയത്ത് ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്ത് കണ്ണും കയ്യും കാലും ഒന്നുമില്ലാത്ത മനുഷ്യന്മാരുണ്ട്, 2 കൈയും 2 കാലും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ട്, 2 കണ്ണില്ലാത്ത മനുഷ്യന്മാരുണ്ട്, സംസാരിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരുണ്ട്, ഇന്ദ്രിയങ്ങളുടെ ക്ഷതം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാത്ത മനുഷ്യന്മാരുണ്ട്. എന്തെല്ലാം നമുക്ക് കാണണം ഈ ലോകത്തിൽ. ഈ ഇന്ദ്രിയങ്ങളെല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് 10 ഇന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബോഡി, സമയാസമയങ്ങളിൽ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ ആവശ്യത്തിന് ഫുഡ്, ഇത്രയും നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഭാഗ്യശാലിയാണ്. പക്ഷേ ആ ഭാഗ്യശാലിയായ നമ്മൾ കയറിക്കിടക്കാൻ ഒരിടം, സ്വന്തം വീടോ വാടക വീടോ ആവട്ടെ, കയറിക്കിടക്കാൻ സ്വസ്ഥമായ ഒരിടം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഭാഗ്യശാലിയാണ്. പക്ഷേ ആ ഭാഗ്യത്തിനെയൊക്കെ ഓർക്കുന്നതിന് പകരം കിടന്നുറങ്ങുമ്പോഴും പറയാം, ഭഗവാനെ എനിക്ക് സ്വന്തമായിട്ടൊരു ഇടമില്ല, എൻ്റെ ഭഗവാനെ എനിക്ക് ആ പ്രയാസമുണ്ട്, എനിക്ക് ഈ പ്രയാസമുണ്ട്, സങ്കടങ്ങളെ ഓർത്തുകൊണ്ട് ഉറങ്ങും. ഉണരുമ്പോഴും അതെ, എൻ്റെ ഭഗവാനെ ഇങ്ങനെയാണല്ലോ, ഞങ്ങളുടെ ഗതി ഇങ്ങനെയല്ലേ, ഞങ്ങളുടെ വിഷമങ്ങൾ ഇങ്ങനെയല്ലേ, ഈ ഓർമ്മയിൽ ഉണരും. ഒരു കൊച്ചു കാര്യം പോലും പുറമത്ത് പുറത്ത ആളുടെ ഇടയിലാണെങ്കിൽ, അമ്പലത്തിലാണെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചാലും വിട്ടേക്ക്, സാരല്ല, അമ്പലമാണ്, ഇവിടെ പോസിറ്റീവ് എനർജി വേണമെന്ന് വിചാരിക്കും. ഇതേ കാര്യം നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ വളരെയധികം ഷൗട്ട് ചെയ്ത് പോകും. ഷൗട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈബ്രേഷൻ അതനുസരിച്ച് നെഗറ്റീവ് ആകും. നിങ്ങളുടെ ചുറ്റുമുള്ളതായിട്ടുള്ള എല്ലാ ആളുകളിലും ആ നെഗറ്റീവ് എനർജി സ്പ്രെഡാവും. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇതായിരിക്കുന്ന ഒരു ഫ്ലവർ വാസിലെ പൂ പോലും ആ എനർജീനെ റിസീവ് ചെയ്യും. നമ്മുടെ ബെഡും നമ്മുടെ തലയണയും നമ്മൾ വിരിക്കുന്ന പുതപ്പും നമ്മുടെ കഴിക്കാനുണ്ടാക്കുന്ന പാത്രങ്ങൾ, വാങ്ങി വെച്ചതായിരിക്കുന്ന പലചരക്ക് സാധനങ്ങൾ, ആ എല്ലാം ആ എനർജീനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ ഉള്ളിലേക്ക് കുലക്ഷ്മി കയറി വരും എന്ന് പറയും. ലക്ഷ്മിയല്ല, കുലക്ഷ്മി കയറി വരും. ഏത് വീട്ടിലാണോ പരസ്പരം സംഘർഷങ്ങൾ നിറയുന്നത്, ആ വീടിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും ലക്ഷ്മി വരാറില്ല, അവിടേക്ക് കുലക്ഷ്മിയെ വരുള്ളൂ. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീടിനെ ഒരമ്പലമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഒരു ദേവസ്ഥാനമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഈശ്വരൻ്റെ ഇരിപ്പിടമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഈശ്വരൻ നമുക്ക് ഉപയോഗിക്കാൻ തന്ന സ്ഥലം മാത്രമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ഒരു ദിവസം ഇതെല്ലാം ഏറ്റവും നന്നായി തിരിച്ചു കൊടുത്തുകൊണ്ട് എനിക്കിവിടെ നിന്ന് പോകേണ്ടതാണ് എന്നതായിട്ടൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ ശുചിത്വം വരും. രാവിലെ എഴുന്നേറ്റിട്ട് ശുദ്ധമായി കുളിച്ച് അടുക്കളയിൽ കയറേണ്ട കാര്യം പറയുമ്പോൾ പല അമ്മമാരും എന്നോട് പറയാറുണ്ട്, രാവിലെ എഴുന്നേറ്റ് കുളിച്ചാൽ തല നീരിറങ്ങും, തലവേദന വരും, കാല് വേദന വരും, കൈ വേദന വരും. ആയിക്കോട്ടെ, നിങ്ങൾ തല കുളിക്കേണ്ട, ഇളം ചൂടുള്ള വെള്ളം കൊണ്ട്, വെള്ളം ചൂടാക്കാനുള്ള സംവിധാനം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, ഗീസർ വേണം നിർബന്ധമൊന്നുമില്ല. പലരും പറയും ഗീസർ ഒന്നുമില്ല, ചൂടാക്കി കൊണ്ടുപോകണം. ഒരു ചായപ്പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് എടുക്കാവുന്ന വെള്ളം ഒരു ബക്കറ്റിൽ നിരക്കി കൊണ്ടുപോയാൽ പോലും കുളിക്കാവുന്നതല്ലോ. ആളില്ല എന്നതൊന്നും ഒരു എക്സ്ക്യൂസേ അല്ല. ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് മേല് കഴുകി ശുദ്ധമായ വൃത്തിയായ രീതിയിൽ നിങ്ങൾ അടുക്കളയിൽ കയറി നോക്കും. പ്രസാദം ഉണ്ടാക്കാൻ ശുദ്ധമായി കയറാമെങ്കിൽ, വീട്ടിലുണ്ടാക്കുന്ന അന്നത്തെ പ്രസാദം പോലെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ശുദ്ധമായ അടുക്കളയിൽ കയറാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ശുദ്ധമായിട്ട് നിവേദ്യം പോലെ ഭഗവാനെ ഓർത്തുകൊണ്ട് ആഹാരം ഉണ്ടാക്കി, ഒന്നുകിൽ നിങ്ങൾ നാമം ജപിച്ചോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യൂ, ആ വൈബ്രേഷൻ എടുക്കൂ, നമ്മുടെ ഉള്ളിൽ ആ എനർജി നിറഞ്ഞ് നമ്മുടെ ഭ്രൂമധ്യത്തിലൂടെ ആ എനർജി ഫുഡിൽ കലർന്നതായിട്ട് കണ്ടുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി ഈശ്വരൻ്റെ നിവേദ്യം എന്ന് മനസ്സിലാക്കി ശുദ്ധമായ ആഹാരം കഴിക്കാമെങ്കിൽ നമ്മുടെ വീട് അമ്പലം പോലെ ശ്രേഷ്ഠമാകും. രാത്രി ഉറങ്ങും മുന്ന് എല്ലാവരും അവനവൻ്റെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ആക്കിക്കൊണ്ട് ഉറങ്ങും മുന്ന് കുറച്ച് സമയം ഭഗവാനെ ഓർമ്മിച്ച് മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം ഭഗവാനെ ഏൽപ്പിച്ചുകൊണ്ട് തന്നതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പിറ്റേ ദിവസം ഈശ്വരനും പ്രപഞ്ചവും നിങ്ങൾക്ക് വേണ്ടി പുതിയ കുറേ നല്ല അവസരങ്ങൾ, കുറേ നല്ല സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ, കുറേ നല്ല സ്മൃതികൾ, ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ കാരണങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വയ്ക്കും. കണ്ടീഷൻ, തന്നതിന് നന്ദി പറയുമ്പോൾ പിന്നെയും പിന്നെയും ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അക്കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഓർത്തേ പറ്റൂ. അതുകൊണ്ട് വീടിൻ്റെ അന്തരീക്ഷത്തെ പോസിറ്റീവാക്കാൻ, വീടിൻ്റെ അന്തരീക്ഷത്തിന് ഊർജ്ജ മണ്ഡലത്തിനെ പവർഫുള്ളാക്കാൻ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും കുറച്ച് സമയം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജി ഉണ്ടായേ പറ്റൂ എന്ന ദൃഢനിശ്ചയത്തോടു കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിലോ അഥവാ ദൂരെ എവിടെയോ ആണ് നിങ്ങൾക്ക് സെൻറ്ററിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഓൺലൈനിലോ രാജയോഗ മെഡിറ്റേഷൻ പഠിക്കാൻ അവൈലബിൾ ആണ്. നിങ്ങൾ
ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ദിവസവും 2 സമയവും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ അതിൻ്റെ ഊർജ്ജ മണ്ഡലം, ഒരു രാജയോഗിയായ ഒരാൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ വീടിൻ്റെ ചുറ്റും അതിൻ്റെ പല മടങ്ങ് എനർജി ആയിക്കൊണ്ട് ഒരു കവചം പോലെ വീടിൻ്റെ ചുറ്റും ഊർജ്ജ മണ്ഡലം നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് വലിയ കാര്യമാണ്. രണ്ടാമത്, ചുറ്റും ഒരു പ്രകാശത്തിൻ്റെ കൂടുണ്ടാക്കി വെച്ചിട്ട് ഉള്ളിൽ ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലം ഉണ്ടാക്കി വെച്ചാൽ ആ ഇരുട്ടിൻ്റെ പ്രഭാവമാണ് അവിടെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളിലൂടെ പരസ്പരം ദേഷ്യപ്പെടുന്നത്, ഇറിറ്റേറ്റഡ് ആവുന്നത്, പരസ്പരം കലഹിക്കുന്നത്, പിണങ്ങുന്നത്, വാശി പിടിക്കുന്നത്, ഇതൊക്കെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ വീടിൻ്റെ ഉള്ളിൽ, എൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങളിൽ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് റിയലൈസ് ചെയ്യൂ. ആ ഊർജ്ജം നിങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക എന്ന് മനസ്സിലാക്കൂ. എങ്കിൽ അതിലൊക്കെ കുറച്ച് മാറ്റം ശ്രദ്ധിച്ചാൽ ചെറിയ മാറ്റങ്ങളെങ്കിലും കൊണ്ടുവരാൻ പറ്റും. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാലും ഒരു ഈസിയസ്റ്റ് മെത്തേഡ്, ഞാൻ എൻ്റെ ലൈഫിൽ എന്നും സ്വന്തമാക്കിയ മെത്തേഡ്, എത്രയോ തവണ നിങ്ങളോട് പറഞ്ഞു തന്ന മെത്തേഡ് ഒരിക്കൽ കൂടെ പറയുകയാണ്. ഞാനൊരു ഡയറി എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. സപ്പോസ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരാൾ മോശമായി പെരുമാറി അഥവാ മോശമായി സംസാരിച്ചു, എൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നുവെങ്കിൽ ഞാൻ ഉടനെ തന്നെ ആ ഭാരത്തെ കൊണ്ട് നടക്കാറില്ല. ഒരു അര ഗ്ലാസ് വെള്ളം പോലും കുറച്ചധിക സമയം നിങ്ങളുടെ കയ്യിൽ പിടിച്ച് നിൽക്കേണ്ടി വന്നാൽ കൈ കടയാൻ തുടങ്ങും. വെള്ളത്തിൻ്റെ ഭാരം കൊണ്ടല്ല, അത് കൈ പിടിച്ചു നിന്ന നേരത്തിൻ്റെ ഭാരം കൊണ്ട് നിങ്ങളുടെ കൈക്ക് കടച്ചിലുണ്ടാവും. മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ കാര്യം പോലും കടന്നു വന്നുവെങ്കിൽ അത് കൊണ്ട് നടക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യം അനുസരിച്ച് അതിൻ്റെ വൈബ്രേഷൻ നെഗറ്റീവ്ലി ചാർജായി മാറും. ആ നെഗറ്റീവായിരിക്കുന്ന ഊർജ്ജമണ്ഡലം നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ പോസിറ്റീവ് എനർജീനെ നശിപ്പിക്കുകയും പോസിറ്റീവ് എനർജീനെ അട്രാക്റ്റ് ചെയ്യും, നെഗറ്റീവ് എനർജീനെയും അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ആ അട്രാക്ഷൻ ഇല്ലാതാക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ ഡയറിയിൽ പോയിട്ട് ഉടനെ ഈശ്വരനാമത്തിൽ കത്തെഴുതിക്കോളൂ. എൻ്റെ പ്രിയപ്പെട്ട ഭഗവാന്, എൻ്റെ ഈശ്വരന്, ടു മൈ ബിലവഡ് ബാബ എന്ന് ഞാൻ എഴുതും. നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ വിളിക്കുന്ന രീതിയിൽ എൻ്റെ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. മനസ്സിൻ്റെ ആ ഭാരം മുഴുവൻ അതിലെഴുത്. ഡയറിയിൽ എഴുതി വെച്ച് പ്രശ്നം ഉണ്ടാവുമെങ്കിൽ കുറച്ച് പേപ്പർ ബീറ്റ്സ് കീപ്പ് ചെയ്യൂ, അതിനുള്ള എഴുതിക്കോ. കുറച്ച് നേരം കഴിഞ്ഞത് കീറി മുറിച്ച് കത്തിച്ചു കളഞ്ഞോ, നോ പ്രോബ്ലം. മനസ്സിൻ്റെ ഭാരം അവിടെ ഇറക്കി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും. മനസ്സിൽ ഭാരം കൊണ്ട് നടന്നാൽ ഉപബോധ മനസ്സിനുള്ളിലേക്ക് ഈ ഫീലിംഗ് രൂപത്തിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുകയും നിങ്ങളുടെ മൂഡ് ഫോർ എവർ മോശമായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഉണ്ടായതൊരു കൊച്ചു കാര്യമായിരിക്കും, അതിൻ്റെ മൂഡ് ഓഫ് മണിക്കൂറിലോളം കൊണ്ട് നടക്കും. മനസ്സിലാക്കുക, എൻ്റെ ഉള്ളിൽ നിന്നതായിട്ടുള്ള വൈബ്രേഷൻ, നെഗറ്റീവ് വൈബ്രേഷൻ അതെൻ്റെ വീടിൻ്റെ എല്ലാ അന്തരീക്ഷത്തിലും പോയി ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിനും അത് നെഗറ്റീവ്ലി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റിക്കൊണ്ട് കൊച്ചു കാര്യങ്ങൾ ഉണ്ടാവും, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കലിയുഗല്ലേ, മനുഷ്യന്മാർ കർമ്മക്കണക്കുകൾ തീർക്കാൻ ജീവിക്കുന്ന ലോകം, സ്വഭാവ സംസ്കാരങ്ങളുടെ വൈവിധ്യം അതിൻ്റെ മാക്സിമത്തിലെത്തിയ ലോകം. തീർച്ചയായിട്ടും സ്വഭാവ സംസ്കാരങ്ങളുടെ സംഘർഷങ്ങൾ ഉണ്ടാവാം. പക്ഷേ കണ്ടീഷൻ അതിനെ കൊണ്ടു നടക്കരുത്. ഫുൾ സ്റ്റോപ്പ് ചെയ്യൂ, കഴുകി വിടൂ, ഒഴിവാക്കൂ. ഒരിക്കൽ കുടിച്ച ചായയുടെ ഗ്ലാസ്സിനെ ബാക്കിയുള്ളത് നമ്മൾ കൊണ്ടു നടക്കാറില്ല, അത് കഴുകിയിട്ട് വേറെ ചായ കുടിക്കാറുള്ളൂ. അതുപോലെ മനസ്സിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ ഉടനെ അതിനെ കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കി നടക്കൂ. എങ്കിൽ നമ്മുടെ മനസ്സിൽ ഭാരം ഉണ്ടാവില്ല. മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല എങ്കിൽ അതൊന്നും വൈബ്രേഷൻസ് ആയിട്ട് പ്രകമ്പനങ്ങളായി പുറത്തു വരില്ല. മനസ്സിലെ നല്ല സ്മൃതികളെയും നല്ല ഓർമ്മകളെയും എപ്പോഴും ഓർമ്മിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഓർത്തുകൊണ്ട് എൻ്റെ വൈബ്രേഷൻസിനെ പോസിറ്റീവാക്കാൻ പറ്റിയാൽ വീടിൻ്റെ വൈബ്രേഷൻ പോസിറ്റീവാക്കാം. ഇത് ഒരു പരിധി വരെ പുറമെ നിന്ന് എന്തൊക്കെ സംഘർഷം കൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോഴും വീട്ടിലെത്തിക്കഴിയുന്ന അന്തരീക്ഷത്തിൽ മനസ്സ് ശാന്തമാകുന്ന ഒരു ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അടിച്ചു വാരുകയാണെങ്കിൽ അടിച്ചു വാരുമ്പോൾ എപ്പോഴും പുറത്തേക്കാണ് അടിച്ചു കളയേണ്ടത്. പലരും കണ്ടിട്ടുണ്ട്, ഫ്രണ്ടിൽ കട്ടല ഉണ്ടായിരിക്കുമല്ലോ, അതിൽ നിന്ന് 4 സ്ഥാനം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കട്ടലയുള്ള സ്ഥാനം ആയതുകൊണ്ട് അവിടേക്ക് അടിച്ചു കൊണ്ടുപോകാതെ വീടിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്യുന്നത് പലയിടത്തും ഞാൻ കാണാറുണ്ട്. അങ്ങനെ ചെയ്യരുത്, കളയാനുള്ള സാധനമാണ്, അതും ഒരു എനർജി തന്നെയാണ്. അതുകൊണ്ട് വേസ്റ്റ് അടിച്ചു വാരി കളയുമ്പോൾ അതിനെ വീടിൻ്റെ പുറത്തേക്ക് ഉമ്മറവാതിലൂടെ പുറത്തേക്കേ അടിച്ച് കളയാവൂ, അല്ലാതെ അകത്തേക്ക് അടിച്ചു കൊണ്ടുവരരുത്. അതേസമയം നമ്മൾ അത് കഴിഞ്ഞ ശേഷം തുടയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുറേ കാലങ്ങളായിട്ട് എന്താ അറിയില്ല, വീട്ടിലിപ്പോൾ ഒരു എനർജി ഫീൽ ചെയ്യുന്നില്ല, ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നില്ല, എന്തോ ഒരു ഇരുട്ട് പോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ സംതിങ് നെഗറ്റീവ് അല്ലെങ്കിൽ സംതിങ് അസന്തുഷ്ടി ഉണ്ടാക്കുന്ന എന്തോ ഒന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആളുകളുടെ പെരുമാറ്റത്തിലാവട്ടെ അഥവാ മറ്റെന്തിലും ആയിക്കോട്ടെ, അതിനെയൊക്കെ നന്നാക്കാനുള്ള ഒരു വിദ്യയാണ്
തുടയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഒരു 1/4 സ്പൂൺ ഉപ്പിട്ടിട്ട് ആ വെള്ളം കൊണ്ട് നിങ്ങൾ തുടയ്ക്കുക. ഇന്ന ഉപ്പ് വേണമെന്നൊന്നുമില്ല, ഏത് ഉപ്പായാലും കുഴപ്പമില്ല, അതിട്ടിട്ട് നിങ്ങൾ തുടയ്ക്കുക ഒരു 21 ദിവസം. അത് കഴിഞ്ഞാൽ കുറച്ച് കറുവപ്പട്ടയുടെ പൊടി ഉണ്ടല്ലോ, അതിട്ടിട്ട് നിങ്ങൾ തുടയ്ക്കുക. തുടയ്ക്കുമ്പോൾ നിങ്ങൾ പുറമെ നിന്ന് അകത്തേക്ക് തുടച്ചുകൊണ്ട് പോരെ. ചിന്തിക്കുക, ഞാൻ എൻ്റെ പോസിറ്റീവ് എനർജീനെ ധനത്തിനകത്തേക്ക് വലിച്ചെടുക്കുകയാണ് എന്ന്. അതേസമയം അടിച്ചു വാരി കളയുമ്പോൾ വേസ്റ്റൊക്കെ ഞാൻ പുറത്തേക്ക് കളയാമെന്ന് സങ്കല്പിക്കൂ. അങ്ങനെ നിങ്ങൾ ചെയ്യാമെങ്കിൽ ഒരു ഉപ്പ് വെള്ളം കൊണ്ട് തുടയ്ക്കുമ്പോൾ നെഗറ്റീവ് എനർജി പോവും. കറുവപ്പട്ടയുടെ പൊടി ഇട്ടിട്ട് നിങ്ങൾ അത് കുറേ ഒന്നും ഇടണ്ട, പൊടി എല്ലായിടത്തും പരക്കണ്ട, ഒരു നുള്ളു, നമ്മളൊരു പിഞ്ചെന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു നുള്ളു എടുത്തിട്ട് വെള്ളത്തിലിട്ട് ആ വെള്ളം കൊണ്ട് നിങ്ങൾ തുടയ്ക്കുകയാണെങ്കിൽ അതും പോസിറ്റീവ് എനർജീനെ ക്രിയേറ്റ് ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീടിൻ്റെ ഓരോ മുക്കിലോ മൂലയിലോ അവിടെ കുറേ സാധനങ്ങൾ നമ്മളൊരു ക്ലസ്റ്റർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നൊക്കെ തരംതിരിച്ച് പിന്നെ ക്ലീൻ ചെയ്യാം, അതിന് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് എനർജിയുടെ കേന്ദ്രമായിട്ട് മാറും. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും വേസ്റ്റായിട്ടുള്ള സാധനമാണെങ്കിൽ, ഉപയോഗമില്ലാത്തതാണ്, പഴയതാണെങ്കിൽ ഒഴിവാക്കുക. അതിനെ കൂട്ടി വെച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഉപയോഗം വരും എന്ന് പറഞ്ഞ് എടുത്ത് വെച്ച് വർഷങ്ങളോളം കഴിഞ്ഞാൽ ജീർണിച്ച് കേടാകുമ്പോൾ എടുത്ത് കളയും. അതിനുള്ളിൽ ആ എല്ലാ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുകയും ചെയ്യും. ആവശ്യമുള്ള സാധനങ്ങൾ വെക്കുക, അല്ലാത്തതിനെ ഒഴിവാക്കി കളയുക. മറ്റൊന്ന്, വൈകുന്നേരങ്ങളിൽ നമ്മൾ പുകയ്ക്കാൻ സാധിക്കുമെങ്കിൽ അതും നിങ്ങളുടെ വീടിൻ്റെ ഊർജ്ജമണ്ഡലം പോസിറ്റീവാക്കാൻ സഹായിക്കും. കുറച്ച് കണലുണ്ടാക്കിയിട്ട് ചിരട്ട കത്തിച്ചിട്ടോ നിങ്ങളുടെ പ്രോപ്പറായിട്ട് നിങ്ങൾക്കറിയുന്ന മെത്തേഡ് എങ്ങനെയാണെങ്കിൽ അത് പ്രകാരം ഒരു ചെറിയ മൺകലം ഒരു ചെറിയ മൺചട്ടിയോ ഉണ്ടായാൽ മതി. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചിരട്ട കത്തിച്ച് കണലുണ്ടാക്കി ഒന്നുകിൽ കുന്തിരിക്കം അല്ലെങ്കിൽ സാമ്പ്രാണി, അഷ്ടഗന്ധം, ഇങ്ങനെയുള്ള എന്തെങ്കിലും നല്ല സാധനങ്ങൾ പുകയ്ക്കുക. പക്ഷേ പുകയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാ ജനലുകളും തുറന്നിടാൻ പറ്റുക, ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ട് പുകയ്ക്കുക. അത് പുകച്ച് കഴിഞ്ഞാൽ പുക നിറഞ്ഞു കഴിയുമ്പോൾ ആ ജനലൊക്കെ അടയ്ക്കുക. കാരണം നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോവുകയാണ്, ഞാൻ പോസിറ്റീവ് എനർജി നിറയ്ക്കുകയാണെന്നുള്ള സങ്കല്പത്തിൽ. നമ്മുടെ മനസ്സും നമ്മുടെ തോട്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ആധാരമാവുന്നത്. അതുകൊണ്ട് ഞാൻ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു, ഇവിടുത്തെ നെഗറ്റീവ് എനർജിയൊക്കെ പോട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും എല്ലാ മൂലകളിലും ആ പുക എത്തത്തക്ക രീതിയിലാക്കുക. മേശയുടെ അടിയിലോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലോ എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ നിങ്ങൾക്ക് ആ പുകയാക്കാൻ പറ്റുമോ ആക്കുക. പോസിറ്റീവ് എനർജി നിറയുന്നതായി സങ്കല്പിക്കുക. കഴിഞ്ഞ ശേഷം വാതിലും ജനലൊക്കെ അടച്ചിട്ട് നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജി മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്ന് സങ്കല്പിക്കാം. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ആക്ടിവിറ്റിയാണ്, പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. എങ്ങനെയാണോ ഉപ്പിട്ട് കഴിഞ്ഞാൽ സാധനം കേടാവാതെ നിൽക്കുന്നത്, മഞ്ഞളിട്ട് കഴിഞ്ഞാൽ മുറി പോലും ഉണങ്ങുന്നത്, സാധനങ്ങൾക്ക് അതിൻ്റെ പ്രഭാവമുണ്ട്. പക്ഷേ സാധനത്തേക്കാൾ കൂടുതൽ സാധനയ്ക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് മെഡിറ്റേഷൻ എന്ന സാധനയിലൂടെ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒരു പ്രകാശത്തിൻ്റെ പ്രഭാമണ്ഡലം ഉണ്ടാക്കി ആ പ്രഭാമണ്ഡലത്തെ നഷ്ടമാക്കാതിരിക്കാൻ നമ്മുടെ ഉള്ളിൽ നിന്നതായിട്ടുള്ള വൈബ്രേഷൻസിനെ പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ അന്തരീക്ഷത്തെ പവർഫുള്ളാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഉണ്ടാക്കുന്ന ഊർജ്ജമണ്ഡലം അതൊരു പ്രകാശഗോളം പോലെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഓരോരുത്തരുടെ മനസ്സിലും സുഖവും ശാന്തിയും നൽകുന്ന ഒരു ശാന്തിയുടെ സ്ഥാനമായി, ഭവനമായി നമ്മുടെ വീട് മാറും. നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.